നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി ഇങ്ങനെ വെയിലത്ത് കഥാകത്തേക്ക് കയറാം. വാ. എന്നെ വെറുതെ രോഗിയാക്കല്ലേ വിഷ്ണുട്ടാ. അതെ വരാൻ. കേറി പോടി. വാ. ആ സമയത്ത് വിഷ്ണുമോൻ ഉണ്ടായിരുന്നല്ലേ? അതൊരു രക്ഷയായി. അല്ലെങ്കിൽ ഞാൻ തനിച്ച് എന്ത് ചെയ്തേനെ? വിഷ്ണുമോൻ എന്തിനാ വന്നത്? ശാലിനിമോളെ കൂട്ടിക്കൊണ്ടുപോകാൻ തന്നെയല്ലേ? അറിയില്ല, ഒന്നും പറഞ്ഞില്ല. വിഷ്ണുമോന് ചായയോ മറ്റോ ഇട്ടു കൊടുക്കട്ടെ ശാരദാമേ? ഏയ്, ഇപ്പൊ നീ അവരെ ശല്യപ്പെടുത്താനൊന്നും പോണ്ട. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ടാവും അവർക്ക്. സങ്കടങ്ങളൊക്കെ ഒഴിഞ്ഞു പോട്ടെ. എന്താടോ? വിടില്ല. ഇനി ഞാൻ എന്റെ വിഷ്ണുവേട്ടനെ എങ്ങോട്ടും വിടില്ല. എന്തായാലും വിഷ്ണുട്ടൻ വന്നല്ലോ. സത്യാമ്മയുടെ തെറ്റിദ്ധാരണയെല്ലാം മാറി. എന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ വിഷ്ണുട്ടൻ അയച്ചില്ലേ? ശാലിനി, എനിക്കറിയായിരുന്നു എല്ലാം പെട്ടെന്ന് തന്നെ മാറുമെന്ന്. വിഷ്ണുട്ടൻ എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ വരുമെന്ന്. സത്യാമ്മ എത്ര സ്നേഹിച്ചതാ എന്നെ അത്ര പെട്ടെന്ന് വെറുത്ത് കളയാൻ പറ്റുമോ? വിഷ്ണുട്ടന്റെ പെണ്ണല്ലെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ അച്ഛന്റെ മോളും പാറുവിന്റെ അമ്മയല്ല എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല വിഷ്ണുട്ടാ, അത്രയ്ക്ക് കല്ലല്ല സത്യാമ്മയുടെ ഹൃദയം. ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, അതങ്ങ് മാറി. ആ നല്ലതാ ഇടയ്ക്കൊക്കെ പിണങ്ങുന്നത്. ഒരുപാട് സ്നേഹമുള്ളിടത്തല്ലേ പിണക്കുണ്ടാവൂ. നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാം. ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. ശാലിനി, എന്താ? വിഷ്ണുട്ടാ, എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ വിഷ്ണുട്ടൻ വന്നത് എന്നെ കൊണ്ടുപോകാനല്ലെന്ന് മാത്രം പറയല്ലേ. അത് മാത്രം. ശാലിനി, കാറും കോളും ഇല്ല മാറും. പക്ഷെ ഇപ്പോഴല്ല. നമുക്കതുവരെ കാത്തിരിക്കാം. താൻ മാത്രമല്ല, ഞാനും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ സ്നേഹിക്കുകയും നിന്നെ സ്നേഹിക്കുകയും ഭാര്യയെ അംഗീകരിച്ച് താലികെട്ടിയ പെൺകുട്ടിയാണ് ആതിര. ആതിരെ പോലൊരു പെൺകുട്ടി അച്ഛനും അമ്മയും സഹോദരനും ഒന്നും അറിയാതെ നിന്നെ രഹസ്യമായി വിവാഹം കഴിക്കാനുള്ള ആർജവം കാണിച്ചുവെങ്കിൽ നീ ഒന്ന് ഓർത്തു നോക്ക്. അവക്ക് നിന്നോട് എന്തുമാത്രം സ്നേഹവും വിശ്വാസവും ഉള്ളതുകൊണ്ടായിരിക്കുമെന്ന്. അനിയത്തിയുടെ ജീവിതം കൺമുന്നിൽ തകരുന്നത് കണ്ടിട്ടും ഇവൾ ഇതുവരെ നിന്നെ കുറ്റം പറഞ്ഞോ ദേഷ്യം കാണിച്ചോ സംസാരിക്കുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. കാരണം എന്താണെന്നറിയോ നിനക്ക്? ആതിരയെ പോലെ തന്നെ അർച്ചനയും നിന്നെ വിശ്വസിക്കുന്നുണ്ട്. നീ ഒരിക്കലും സ്വയം ഇങ്ങനൊരു തീരുമാനം എടുക്കില്ലെന്ന് നിന്റെ ഏട്ടനായ എന്നെക്കാളും ബോധ്യം നിന്റെ ഈ ഏട്ടത്തേക്കുണ്ട്. എനിക്കറിയാം, ഈ രാത്രി നീ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നിന്റെ മനസ്സ് മുഴുവൻ കുറ്റബോധം നിറഞ്ഞിട്ടാണെന്ന്. ഇപ്പൊ 4-5 ദിവസം കൊണ്ടാ എനിക്ക് എന്റെ അനിയനെ മനസ്സിലാക്കാൻ പറ്റാതായി വന്നിരിക്കുന്നത്. അതിന്റെ കാരണം
എന്റെ ഭാര്യ പറയുന്നതാണെങ്കിൽ നീ ചതിക്കുന്നത് ഞങ്ങളെ ആരെയല്ല, നിന്നോടൊപ്പം സന്തോഷമായി ജീവിക്കാൻ തയ്യാറെടുക്കുന്ന അനഘയെ കൂടിയാ. അനിയത്തിയുടെ നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് എല്ലായിടത്തും ഓടി നടന്ന് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ അവന്തികടത്തി കൂടിയാ. ഏട്ടൻ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്നെ കൊണ്ടിപ്പോ ഇതേ നിവൃത്തിയുള്ളൂ. എന്നോട് കൂടുതലായി ഏട്ടനും ഏട്ടത്തി ഒന്നും ചോദിക്കരുത്. എനിക്ക് ഇനിയും പിടിച്ചു നിൽക്കാനാവില്ല. അങ്ങനെ വന്നാൽ നാളൊരു സമയം എല്ലാവരും ശപിക്കുന്ന ഒരു ജന്മമായി പോവേണ്ടത്. ഞാൻ കാരണം ഉണ്ടായ എല്ലാത്തിനും ഞാനിപ്പോ മാപ്പ് ചോദിക്കോ? മാപ്പെന്നൊരു വാക്കിൽ പഴയ സന്ദീപിനെ നിങ്ങളെല്ലാവരും മറക്കണം. ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ഞാനിപ്പോ ഭയപ്പെടുന്നുണ്ട്. ഉള്ളിലുള്ള ചിലതെല്ലാം ഞാൻ പറഞ്ഞു പോകുമെന്നുള്ളൊരു ഭയം. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. എടുത്തി അതിനോട് പറഞ്ഞേക്കണം അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. അവളെ ഞാൻ ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെടുന്നുവെന്ന്, കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. സച്ചേട്ടൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ഇതെല്ലാം സന്ദീപ് ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണെന്ന്? ഇല്ല, പക്ഷേ ഇപ്പൊ തന്റെ പ്രശ്നം തന്നെ എന്റെയും. ഇതെന്താണെന്നോ എങ്ങനെ ഇതിന് പരിഹാരം കാണണമെന്നോ അറിയില്ല. ഇങ്ങനൊരവസ്ഥ അവനുണ്ടായിട്ടും അത് പരിഹരിക്കാനും കൂടെ നിൽക്കാനും ആവാത്ത ഒരു കൂടപ്പിറപ്പായി പോയി ഞാൻ. എനിക്കറിയാം എന്നെക്കാൾ വിഷമം തനിക്കാണെന്ന്. എന്റെ അനിയൻ കാരണം തന്റെയും ആതിരയുടെയൊക്കെ സമാധാനം പോയല്ലോടോ. ഒരു കാര്യത്തിന്റെ ആശങ്ക ബാക്കി നിൽക്കുന്നുണ്ട് സച്ചേട്ടാ. ആതിരെ ഞാൻ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുള്ളത്. ഇപ്പോ ഒരു കാര്യം ഞാൻ സച്ചേട്ടന് വാക്ക് തരാ, ഇതിന് പിന്നിൽ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. അത് സന്ദീപിന്റെ അനക്കയുടെ മുഹൂർത്ത സമയത്തിന് മുമ്പേ ആവണേന്നാ എന്റെ പ്രാർത്ഥന. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ വേലക്കാരി പെണ്ണിനെ മഹിക്കൊപ്പം ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ നാത്തു പറഞ്ഞില്ലേ? അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയിട്ടില്ല. അതെ, അത് മോശമായി പോയി ആന്റി. എല്ലാത്തിനും ഞങ്ങൾക്കൊപ്പം നിന്നിട്ട് അവസാനം ആന്റി ഒരിക്കലും അങ്ങനെ ചെയ്യണ്ടായിരുന്നു. അയ്യോ, ഞാനൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഞാനങ്ങനെ പറഞ്ഞിട്ടുമില്ല. അല്ല, ഞാനതിന് ആ ഗംഗി സ്വീകരിക്കാൻ ഞാൻ പറയുവോ? പിന്നെ സീമ അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞതാ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെയാണെങ്കിൽ അത് ഗൗരിയുടെ കളി തന്നെ ആയിരിക്കും. ശരിയാ, സീമ ശബ്ദം മാത്രമാവും കേട്ടത്. അപ്പൊ അത് ഗൗരി തന്നെയായിരിക്കും. ഈശ്വര, ഗൗരി മിമിക്രി കാണിച്ചു തുടങ്ങിയോ? നാത്തുവിന്റെ ശബ്ദം അനുകരിക്കാൻ ഇവക്ക് ഇത്ര എളുപ്പമാണോ? ഈ ഗൗരി കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. ആ നാശം പിടിച്ചോളെ ഇവിടുന്ന് ഓടിക്കാൻ ഒരു വഴിയില്ലേ? ഒന്ന് പതുക്കെ പറ അമ്മേ, അവൾ കട്ടിലടക്കം തൂക്കിയെറിയും. അയ്യോ, ഗൗരി കല്യാണം മുടക്കാതിരിക്കാൻ വേണ്ട എല്ലാ മുൻകരുതലുകളും നമ്മൾ എടുത്തതാ. അവളുടെ ആത്മാവിന് അവിടെ എത്താനോ കല്യാണം തകർക്കാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനോ സാധിച്ചിട്ടില്ല. എന്നിട്ടും ഈ കല്യാണം മാറിയതാണ്. അതിന്റെ നടുക്കം ഇപ്പോഴും എന്നെ വിട്ടുപോയിട്ടില്ല. നാത്തുവിന്റെ നടുക്കം പതുക്കെ മാറിക്കോളും. പക്ഷെ ഞാനും എന്റെ മോളും എന്ത് ചെയ്യും? ഇതെല്ലാം ആ മഹി ഗംഗയും കൂടി നാടകം കളിച്ചതാ. എല്ലാരും കൂടി എന്റെ മോളെ ചതിച്ചു, അവളുടെ ജീവിതം കുട്ടിച്ചോറാക്കി. നാത്തുവിന്റെ വാക്കിന് ഈ വീട്ടിൽ ഇപ്പൊ എന്ത് വിലയാ ഉള്ളത്? മഹി നാത്തുവിനെ അമ്മയെന്ന് വിളിക്കുന്നതിൽ എന്തർത്ഥമുള്ളത്?
എല്ലാം കൈവിട്ടു പോയില്ലേ? എന്റെ മോൾക്ക് ഇനി ഒരു ജീവിതം ഉണ്ടോ? ഇനി അവൾക്ക് മഹിയെ കിട്ടുമോ? കിട്ടും. പിന്നെ മഹി ഗൗരിയെ കല്യാണം കഴിച്ചപ്പോഴും ഇതേ ചോദ്യം ഹൈമാവതി എന്നോട് ചോദിച്ചതാ. ആ ഗൗരി ഇന്ന് ജീവനോടെ ഉണ്ടോ? ശ്രേയയും മഹിയും തമ്മിലുള്ള വിവാഹം നടന്നിരിക്കും. ഇത് എന്റെ വാക്കാ. ആന്റിയുടെ വാക്ക് എനിക്ക് വിശ്വാസമാ. ഗംഗ എത്രയും പെട്ടെന്ന് നമുക്ക് ഒഴിവാക്കണം. അതിനു മുമ്പ് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ ആദ്യ രാത്രിയാ. അത് നടക്കരുത്. അതിനുവേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതോർത്ത് നീ ടെൻഷൻ ആവണ്ട. അതിന് വേണ്ടതെന്താന്ന് എനിക്കറിയാം. അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ, കൈലാസം വീട്ടിലെ മഹാത്മാക്കൾ എല്ലാരും ഉണ്ടല്ലോ. എല്ലാരും കൂടി എന്നെ ചതിച്ചൊരു വഴിക്കാക്കിയില്ലേ? ഞാൻ ഇത്രയും നാൾ ഈ വീട്ടിൽ കയറിറങ്ങി നടന്നത് എന്തിനായിരുന്നു? നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ വെച്ചൊരു വിവാഹ നാടകം നടത്തേണ്ട ആവശ്യം എന്തായിരുന്നു? ആരും മനഃപൂർവ്വം നകുലിനെ ചതിച്ചതല്ല. അല്ലാന്ന് വെറുതെ പറഞ്ഞാൽ അല്ലാതാവില്ലല്ലോ. വിളിച്ചു വരുത്തിയ ആൾക്കാരുടെ മുന്നിൽ അപമാനിതനായി തല കുനിച്ചു നിന്നത് ഞാനല്ലേ? നകുൽ, അതിന് ഞങ്ങൾ ആരും ഉത്തരവാദികളല്ല. മഹി അത് അവന്റെ ഇഷ്ടപ്രകാരം ചെയ്ത കാര്യമാണ്. അവൻ പെട്ടെന്ന് അങ്ങനെ ചെയ്തതുകൊണ്ട് ആർക്കും അത് തടയാൻ സാധിച്ചില്ല. അതില് നകുലിന് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിഷമമുണ്ട്. നിങ്ങളുടെ വിഷമം നിങ്ങൾ സഹിക്കും, കുറച്ചു കഴിയുമ്പോൾ മറക്കും. പക്ഷേ എനിക്കതിന് സാധിക്കില്ല. ദേ നോക്ക്, എന്തിന്റെ പേരിലായാലും ഇവിടെ വന്നിങ്ങനെ ബഹളം വെക്കാൻ പറ്റില്ല. അതെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇവിടെ വന്ന് ബഹളം വെച്ചിട്ട് എന്താ കാര്യം? കാര്യമുണ്ട്. ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് അത് ഉറപ്പിച്ച് മോതിരം അണിയിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എന്റെ ഭാര്യയായിരിക്കണം. അല്ലാതെ മിനിറ്റിന് മിനിറ്റിന് ആളെ മാറ്റി മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ എനിക്ക് സാധിക്കില്ല. നകുൽ അവിടെ തകർക്കാണെന്ന് തോന്നല്ലോ. എനിക്കൊന്നും അങ്ങോട്ട് എഴുന്നേറ്റ് പോകാൻ പോലും പറ്റുന്നില്ലല്ലോ. നിനക്ക് പോയെന്ന് നോക്കിക്കൂടായിരുന്നോ ശ്രേയെ? ഇപ്പൊ അവിടേക്ക് പോവാതിരിക്കുന്നതാ നല്ലത്. അതെന്താ? ഈ മുത്തശ്ശി എല്ലാവരുടെ മുന്നിൽ ഇപ്പൊ നിശബ്ദമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഈ മുത്തശ്ശി പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ വിഡ്ഢിവേഷം കിട്ടിയത്. എന്റെ സ്ഥാനം എന്താവൂന്ന് ഇവര് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ വഴി നോക്കി പോവായിരുന്നല്ലോ. സംഭവിച്ചതൊന്നും എന്റെ തെറ്റല്ല നകുൽ. ആരൊക്കെ കൈയൊഴിഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷെ മുത്തശ്ശി അങ്ങനെ പറയാൻ പാടില്ല. എന്താ എന്താ ഇവിടെ പ്രശ്നം? വന്നല്ലോ. ആ നകുൽ ഒരു ഒറ്റ ബുദ്ധിയാ. അയാൾ എന്തൊക്കെ വിളിച്ചു പറയുന്ന ഒരു ഊഹവും അവിടെ മഹിയേട്ടനടക്ക എല്ലാരും ഉണ്ട്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ പേര് വല്ലതും വിളിച്ചു പറഞ്ഞാ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നിന്റെ പേര് വിളിച്ചു പറഞ്ഞാ നീ അതങ്ങ് നിഷേധിച്ചേക്കണം. വെറുതെ നിഷേധിച്ചുകൊണ്ട് കാര്യമുണ്ടോ? അവൻ തെളിവ് സഹിതമായിരിക്കും എല്ലാം വിളിച്ചു പറയുന്നത്. അയ്യോ, അങ്ങനെയാണെങ്കിൽ നീ പോണ്ട. എന്നാലും എങ്ങനെയാ മോളെ അവന്റെ കയ്യിൽ തെളിവുകൾ വരുന്നേ? ഞാൻ അവനോട് ഫോണിൽ സംസാരിച്ച റെക്കോർഡിംഗ്സ് ഒക്കെ ഉണ്ടാവില്ലേ?
ഈശ്വര, വേറെ എന്തൊക്കെ തെളിവുകൾ അവൻ നമുക്കെതിരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം? കഴിഞ്ഞത് കഴിഞ്ഞു. മഹി ഒരു തോന്നലിന് ഇങ്ങനൊരു തോന്നിവാസം ചെയ്തു. ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടി. ഞാനത് ക്ഷമിക്കാൻ തയ്യാറാ. നീ അത് ക്ഷമിച്ചെങ്കിൽ ഇപ്പൊ ഇവിടെ വന്ന് ബഹളം വെക്കേണ്ട കാര്യം എന്താ? എല്ലാം മണ്ഡപത്തിൽ വെച്ച് പറഞ്ഞു ചേർത്ത കാര്യമല്ലേ? നീ ഇപ്പൊ തന്നെ ഇവിടുന്ന് വെക്കണം. അങ്ങനെ പോകാൻ വന്നതല്ല ഞാൻ. ഗംഗ എനിക്ക് വേണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതെ, എനിക്ക് മനസ്സിലാവത്തോണ്ട് ചോദിക്കുക, എന്തിനാ സഞ്ജു കവിതകളമ്മയെ പേടിക്കുന്നെ? അവരുടെ മുന്നിൽ സഞ്ജു താഴ്ന്നു കൊടുക്കുവാണെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഞ്ജു എന്നോട് ഷെയർ ചെയ്യേ. കമ്പനി ഞാൻ ഏറ്റെടുക്കുമ്പോ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് കവിതാപ്പച്ചിയ. അതിന്റേതായ ഒരു അധികാരം അവരെന്നോട് കാണിച്ചിട്ടുണ്ട്. അപ്പോ അവർക്ക് MD സ്ഥാനം വേണമെന്നല്ലേ പറയുന്നേ? ഞാനത് കേട്ടു. അമ്മൂന് ചേർത്ത് ഒരുതരം ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന പോലെ അവര് സംസാരിക്കുന്നത്. അവളെ ഇപ്പോ ശാരീരികമായി ഉപദ്രവിക്കാനും തുടങ്ങിയിട്ടുണ്ട്. കവിതാപ്പച്ചിയെ ഞാൻ നിലയ്ക്ക് നിർത്തിയിട്ടാ വരുന്നത്. കമ്പനിയുടെ എല്ലാ പ്രധാന ചുമതലകളിൽ നിന്നും ഞാൻ അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോ ബോർഡ് മെമ്പറായി ഒതുക്കി നിർത്തിയിരിക്കുക. കൊള്ളാം, അതവർ ചോദിച്ചു വാങ്ങിയത് തന്നെയാ. അതിന്റെ ക്ഷോഭം എന്റെ മുന്നിൽ കാണിച്ചിട്ടാ പോയത്. അപ്പച്ചി ഇനി പല അപവാദ കഥകളും പറയും. അമ്മു കുറെ കാലം എന്നെ ഭർത്താവായി കണ്ട് കഴിഞ്ഞതല്ലേ. ഇനി ഞാനാണ് അവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് വരെ പറഞ്ഞു കളയും. സർ, താങ്ക് യു. താങ്ക് യു സർ. കഴിക്കാം. അവരെന്ത് വേണമെങ്കിലും പറയട്ടെ, അമ്മുനെ വേദനിപ്പിക്കാതിരുന്ന മാത്രം മതി. ഇക്കണക്കിന് പോയാ അമ്മ അധികകാലം നമ്മുടെ കൂടെ നിന്നെന്ന് വരില്ല. ഗോവിന്ദ് നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ വിശേഷം? ആ, അമ്മുവിനെ മംഗലശ്ശേരിയിൽ പിടിച്ചു നിർത്താതെ ബാംഗ്ലൂരിലെ ആ ജോലിക്ക് അയക്കാനാ ഗോവിന്ദ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് അവിടെ ഏതെങ്കിലും ഹോസ്പിറ്റലില് ഗോവിന്ദിനും പ്രാക്ടീസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നാ. അല്ലെങ്കിൽ എന്തിനാ അമ്മുവിനെ മംഗലശ്ശേരിയിൽ നിന്ന് ഇറക്കാൻ ഗോവിന്ദ് ഇത്ര തിടുക്കം കാട്ടണം? അമ്മുവിനെ ബാംഗ്ലൂരിലേക്ക് അയക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാനത് ഗോവിന്ദിനോട് പറഞ്ഞു. അവർ ഒരേ സ്ഥലത്തുണ്ടായ ക്രമേണ മാനസികമായിട്ടൊരു അടുപ്പമുണ്ടാവും. ഞാൻ ആലോചിക്കുന്നത് ഗോവിന്ദൻ എന്തേലും കാര്യം പറഞ്ഞ് മംഗലശ്ശേരിയിലേക്ക് ക്ഷണിച്ചാലോന്നാ. പണ്ട് സച്ചി നിന്നതുപോലെ അവനെ വീട്ടിൽ താമസിപ്പിച്ച നമ്മൾ ഉദ്ദേശിക്കുന്ന നടക്കും. പക്ഷേ ഗോവിന്ദ് അതിന് വഴങ്ങുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഗോവിന്ദ് സമ്മതിക്കും, എനിക്കതിൽ ഉറപ്പുണ്ട്. അവൻ അമ്മുനെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. എന്നാ നമുക്കവനൊന്ന് കാണാൻ പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവനാ ശ്രീദേവിയുടെ മകൻ സഞ്ജു എന്ന സഞ്ജയ് പണിക്കർ.
എനിക്ക് ഓർമ്മ നഷ്ടായപ്പോ ഞാൻ പറഞ്ഞ വെടിത്തരം ഓർത്താണോ അപ്പച്ചി ഇതൊക്കെ പറയുന്നത്? ഇത് വളരെ മോശമായി പോയി ചെറിയമ്മ. ഇത്രയ്ക്ക് അങ്ങോട്ട് നിങ്ങൾ അതപ്പതിക്കാൻ പാടില്ലായിരുന്നു. എല്ലാവരെയും വിളിച്ചുകൂട്ടി ഇത് പറയാനാണെങ്കിൽ നിനക്കൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞുകൂടായിരുന്നോ കവിതേ? അപ്പൊ ഞാനേ ഓഹോ അങ്ങനെയാണോ എന്ന് ഞാൻ ഫോണിൽ കൂടി മറുപടി പറയില്ലായിരുന്നോ? ഇത് ചുമ്മാ മനുഷ്യനെ വിളിച്ചു വരുത്തി ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞില്ലേമ്മേ, കവിതയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നാ പോകുന്നത്? പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പൂർത്തിയാക്കാനുണ്ട്. എന്താ വേണ്ട? നിനക്കറിയാലോ, പോകുന്നതിന് മുമ്പ് 1 കോടി രൂപ ജാസ്മിന്റെ അക്കൗണ്ടില് ഡെപ്പോസിറ്റ് കാണിക്കണം. ജാസ്മിൻ ഇപ്പോ അവളുടെ ഡാഡിയുമായിട്ട് പിണങ്ങിയിരിക്കുമല്ലേ. ആ സ്ഥിതിക്ക് ഈ തുക ഇവൾക്കിപ്പോ ഡാഡിയോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. വേറെ ഒരിടത്ത് നിന്ന് ഇത്രയും തുക അറേഞ്ച് ചെയ്യാൻ ഒരു മാർഗവും ഇല്ല. അതുകൊണ്ട് ഈ 1 CR മോൻ തന്നെ ജാസ്മിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുക്കണം. അത്രേ ഉള്ളൂ. അത് ഇന്ന് തന്നെ ജാസ്മിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നോ ഇഷ്യൂസ്. വിശാലിന് ഞാൻ കാരണം ബുദ്ധിമുട്ടായല്ലേ? അതല്ലേ പറഞ്ഞത് നോ ഇഷ്യൂസ് എന്ന്. തനിക്ക് വേണ്ടി 1 കോടി ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ എനിക്ക് ഒരു പ്രയാസമില്ല, സന്തോഷമുള്ളൂ. തന്നെ ഹാപ്പി ആയിട്ട് അമേരിക്കയിലേക്ക് പോയിട്ടോ. അതെ, ജാസ്മിൻ അമേരിക്കയിലേക്ക് പോകുന്നതിന് വേണ്ടി ബ്രോ എന്തിനാ 1 കോടി ജാസ്മിന്റെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? അതിനെന്താ ഗാർഗി? അല്ല, ജാസ്മിനെ ഇപ്പോ സുശീലാന്റി ദത്തെടുത്തിരിക്കുമല്ലേ? ആന്റിയുടെ മോളല്ലേ ജാസ്മിൻ? അപ്പോ ആന്റി അല്ലേ ഇത് ചെയ്യേണ്ടത്? ബ്രോയ്ക്ക് പകരം ആന്റി ജാസ്മിന്റെ അക്കൗണ്ടിലേക്ക് 1 കോടി ഡെപ്പോസിറ്റ് ചെയ്യണം. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എടി അത്താഴം മുടക്കി വിശാൽ ജാസ്മിന് കൊടുക്കാന്ന് പറഞ്ഞ 1 കോടി രൂപ വിശാലിന്റെ ഔദാര്യമായിട്ടൊന്നും നീ കണക്കാക്കണ്ട. എനിക്ക് ഈ വീട്ടിലും ഇവിടുത്തെ സ്വത്തുക്കളിലും ഒരവകാശമുണ്ട്. അതിൽ നിന്നും 1 കോടി രൂപ ഇപ്പൊ ജാസ്മിന് കൊടുക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. എന്താ വിശാലെ, അതില് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഏയ്, എന്ത് പ്രോബ്ലം? അപ്പോ ജാസ്മിന് കൊടുക്കുന്ന ഈ 1 കോടി രൂപ എന്റെ കണക്കില് മാറ്റിവെച്ചേക്ക്. ഓക്കെ? നിന്റെ സംശയം തീർന്നോ? എന്തിനാ ഈ കുറുമ്പ്? ആറ്റില് കളഞ്ഞാലും അളന്ന് കളയണമെന്നാണല്ലോ. ആരെന്ത് ചോദിച്ചാലും കണക്ക് നോക്കാതെ എടുത്തു കൊടുക്കുന്ന ആളാ ബ്രോ. അതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഇപ്പോ കണക്ക് കൃത്യമായല്ലോ.
ഇവളെനിക്ക് പാരയായിട്ട് വരികയാണല്ലോ. ഇവക്കിട്ട് ഒരു പണി കൊടുക്കണം. ഇനി ഇവൾ എനിക്കെതിരെ ചലിക്കരുത്. ജാസ്മിൻ പറയുന്നതിൽ വാസ്തവം വല്ലതും ഉണ്ടോ? അമേരിക്കയിലേക്ക് പോകുന്നതിന് 1 കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്യണോ? ഇതില് എന്തെങ്കിലും ചതി ഒളിഞ്ഞിരിപ്പുണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോനെ വിപിനെ, എന്താ പറ്റിയത്? നോക്കട്ടെ. വിരല് മുറിഞ്ഞിട്ടുണ്ടല്ലോ. ചോര വരുന്നുണ്ടല്ലോ. മുത്തച്ഛന് കാഴ്ചയില്ലല്ലോ. പിന്നെങ്ങനെയാ എന്റെ വിരൽ മുറിഞ്ഞത് മുത്തച്ഛൻ കണ്ടത്? കൃത്യമായി മുറിവേറ്റ വിരൽ തന്നെ ഈ തുണി വെച്ച് കെട്ടാൻ മുത്തച്ഛൻ എങ്ങനെയാ കഴിഞ്ഞത്? മോനെ, എനിക്ക് കണ്ണിന് കാഴ്ചയില്ലെങ്കിലും ചുറ്റിനും നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് നല്ല ശ്രദ്ധയുണ്ട്. അന്ധനാണെങ്കിലും അകക്കണ്ണിലൂടെ എല്ലാം ഞാൻ കാണുന്നുണ്ട്. ചേച്ചി, ചേച്ചി, എന്താ പ്രതാപ? ദേ, നമ്മുടെ സിറ്റൗട്ടിൽ ഒരു സംഭവം നടന്നിരിക്കുന്നു. എന്ത് സംഭവം? വിപിൻ അവിടെ ഇരുന്ന് ആപ്പിള് കട്ട് ചെയ്യായിരുന്നു. എന്നിട്ട് കട്ട് ചെയ്യുന്നതിനിടയ്ക്ക് അവന്റെ വിരലൊന്ന് മുറിഞ്ഞ് ചോര വന്നു. അയ്യോ, എന്നിട്ട്? അങ്ങനെ വെപ്രാളപ്പെടാനൊന്നുമില്ല. അത്ര കാര്യമായിട്ടുള്ള മുറിവൊന്നുമല്ല അവന്. ചേച്ചി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ശരി, നീ എന്താന്ന് വെച്ചാ തുറന്നു പറയാമോ? വിപിന്റെ വിരല മുറിഞ്ഞ നേരത്ത് ആ കിളവൻ കണ്ണു കാണാത്ത ആള് കൃത്യമായിട്ട് അവന്റെ അടുത്ത് വന്നു. എന്നിട്ട് അയാളുടെ മുണ്ട് കീറിയെടുത്ത് ഏത് വിരലിലാണോ മുറിവ് പറ്റിയത് കൃത്യം ആ മുറിവിൽ തന്നെ വെച്ച് കെട്ടി കൊടുത്തു. അയ്യോ പാവം. കാഴ്ചയില്ലെങ്കിലും അയാള് കൃത്യസമയത്ത് തന്നെ വന്ന് ഉപകരിച്ചല്ലോ. ഓ, എന്റെ ചേച്ചി, അയാൾ ഉപകരിച്ചതാണോ ഇവിടുത്തെ വിഷയം? കണ്ണിന് തീരെ കാഴ്ചയില്ലാത്ത ഒരാൾക്ക് ഇതെല്ലാം കാഴ്ചയുള്ള ഒരാളെ പോലെ എങ്ങനെ ചെയ്യാൻ കഴിയുന്നു? അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. എന്റെ സംശയം വിപിനുണ്ടായി. അവനത് അയാളോട് ചോദിക്കുകയും ചെയ്തു. അപ്പോ ആ കാഴ്ചയില്ലാത്ത ആള് പറയാ, കാഴ്ചയില്ലെങ്കിലും അകക്കണ്ണുകൊണ്ട് അയാൾക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയുന്നുണ്ടെന്ന്. അത് ശരിയാണല്ലോ. കാഴ്ചയില്ലാത്ത അയാൾ എങ്ങനെ വിപിന്റെ മുറിവ് കൃത്യമായിട്ട് വെച്ച് കെട്ടി? എടാ, നമ്മുടെ സംശയങ്ങൾ ശരിയായി വരികയാണോ? അതേ ചേച്ചി, നമ്മുടെ സംശയങ്ങൾക്ക് കഴമ്പുണ്ടെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. അയാൾക്ക് കാഴ്ചയില്ലെന്ന പരിഗണന കൊണ്ട് ഇങ്ങനെ നിസ്സാരമായിട്ട് വിട്ടാൽ ശരിയാവില്ല. അയാളെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം. അയാൾ ആരാണെന്ന് അറിയണം ചേച്ചി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിസ്മയ, മാർക്ക് പറയൂ.
ശ്യാമയ്ക്ക് 10 മാർക്ക് കൊടുത്തേ പറ്റൂ. ശ്യാമയ്ക്ക് 10 മാർക്ക് കൊടുത്തേ പറ്റൂ. ശ്യാമയ്ക്ക് 10 മാർക്ക് കൊടുക്ക്. ശ്യാമയ്ക്ക് 10 മാർക്ക് കൊടുക്ക്. ശ്യാമയ്ക്ക് 10 മാർക്ക് കൊടുത്തേ പറ്റൂ. ശ്യാമയ്ക്ക് 10 മാർക്ക് കൊടുക്ക്. 10 മാർക്ക് കൊടുത്തേ പറ്റൂ. ശ്യാമയ്ക്ക് 10 മാർക്ക് കൊടുക്ക്. ശ്യാമയ്ക്ക് 10 മാർക്ക് കൊടുക്ക്. ശ്യാമയ്ക്ക് ഫുൾ മാർക്ക് കൊടുക്കണം. ശ്യാമയ്ക്ക് ഫുൾ മാർക്ക് കൊടുക്കേ. ശ്യാമയ്ക്ക് 10 മാർക്ക് കൊടുക്ക്. ശ്യാമയ്ക്ക് ഫുൾ മാർക്ക് കൊടുക്കണം. ശ്യാമയ്ക്ക് 10 മാർക്ക് കൊടുക്കേ. ശ്യാമയ്ക്ക് ഫുൾ മാർക്ക് കൊടുക്ക്. ശ്യാമയ്ക്ക് 10 മാർക്ക് കൊടുക്കണം. ശ്യാമയ്ക്ക് 10 മാർക്ക് കൊടുക്ക്. 10 കൊടുക്ക്. 10 മാർക്ക് കൊടുക്ക്. 10 മാർക്ക് കൊടുക്കണം ശ്യാമയ്ക്ക്. ശ്യാമയ്ക്ക് 10 മാർക്ക് കൊടുക്കേ. ശ്യാമയ്ക്ക് ഫുൾ മാർക്ക് കൊടുക്കണം. ശ്യാമയ്ക്ക് 10 മാർക്ക് കൊടുക്കണം. ശ്യാമയ്ക്ക് 10 മാർക്ക് കൊടുക്ക്. 10 കൊടുക്ക്. 10 മാർക്ക് കൊടുക്ക്. On 10 10 മാർക്ക്. വൗ! ശ്യാമയ്ക്ക് ലഭിച്ചിരിക്കുന്നു 10 ഔട്ട് ഓഫ് 10. ശ്യാമ വിജയിച്ചിരിക്കുന്നു. Singer of the Year Season 1 2024. Winner is none other than Shama Akhil. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്യാമ അവളെതാ രാജ്ഞിയെ പോലെ ഫ്ലോറില്. അഖിയോ അങ്ങ് താഴെ. പാവ അഖി. ഇനി ഈ ശ്യാമയുടെ ജൈത്രയാത്രയാ. അവളിപ്പൊ തന്നെ ഇങ്ങനെ. ഇനി ഇവൻ ഇവളുടെ പാദസേവയും ചെയ്യണം. പാവം അഖി. വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. ശ്യാമ, ഈ അവാർഡ് ഒരുപാട് പൊരുതി നേടിയതാണെന്ന് അറിയാം. ശ്യാമയ്ക്ക് അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
എല്ലാവർക്കും എന്റെ വിനീതമായ നന്ദി അറിയിക്കുന്നു. എന്റെ വിജയത്തിനൊക്കെ പ്രധാന കാരണം മറ്റാരുമല്ല, എന്റെ സാക്ഷാൽ കൃഷ്ണനാ. എന്റെ ഉണ്ണിക്കണ്ണനാ. പിന്നെ പിന്നെ എന്റെ ഭർത്താവ്, എന്റെ പ്രിയപ്പെട്ട അഖിൽ സർ. എനിക്ക് വേണ്ടി ജീവിതം ഹോമിച്ച ആ ഒരാളുടെ വിജയമായത്. അമ്മേ, ഇതൊക്കെ വെറും സോപ്പിങ്ങാ. ആക്കി അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഫ്ലോറിൽ വിളിച്ച് അടുത്ത് നിർത്തിയണേ. അത് ചെയ്തോ? ഇല്ലല്ലോ. പറയുന്നത് വെറും ഉടായിപ്പ. പിന്നെ പിന്നെ എന്റെ അച്ഛൻ, അമ്മ, എന്റെ അനുജൻ, അപ്പു, പിന്നെ എന്റെ അഖിൽ സാറിന്റെ അച്ഛൻ, എല്ലാവരുടെയും പ്രോത്സാഹനം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരുപാട് കാലം കൊണ്ട് മോഹിക്കുന്നതാ ഞാൻ കൃഷ്ണേട്ടനെ നേരിട്ടൊന്ന് കാണണമെന്ന്. ഇന്നെങ്കിലും നിങ്ങൾ അതിനെ ഒന്ന് അനുവദിക്കണം. മേഘനാഥനെ നേരിടാനുള്ള ശേഷിയൊന്നും പാവം ഞങ്ങളുടെ മകനില്ല. അയാളോട് എതിരിട്ട് നശിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ മകനെ അനുവദിക്കുകയില്ല. നീ പോ, ഞങ്ങളുടെ മുന്നിൽ നിന്ന് പോവാൻ. ഞാൻ കൃഷ്ണപ്രസാദിന്റെ അമ്മയാ. നീയാണോ അഞ്ജലി? എന്റെ ഈശ്വര, എത്ര വിചിത്രമാണ് ഓരോരോ സംഭവങ്ങൾ. ഞാൻ ഇത്രയും കാലം കാത്തിരുന്ന എന്റെ കളിക്കൂട്ടുകാരൻ കൃഷ്ണൻ, അതായിരുന്നു എന്റെ പ്രസാദേട്ടൻ. എന്റെ ഈശ്വര, ഞാനിത് എങ്ങനെ വിശ്വസിക്കും? എന്റെ ഈശ്വര, എനിക്ക് എപ്പോഴും കൂട്ടായി നടന്ന എന്റെ പ്രസാദേട്ടൻ എന്റെ കൃഷ്ണനായിരുന്നോ? എന്റെ കൃഷ്ണേട്ടൻ. നമ്മൾ ഈ പ്രതിമകൾ കളയരുത്. ഞാൻ കളയില്ല. ഇത് കാണുമ്പോ മുഴുവൻ ഞാൻ കൃഷ്ണനെ ഓർമ്മിക്കും. ഞാൻ രാധയും. ഞാൻ ഇത്രയും കാലം ഈ പാവയെ സൂക്ഷിച്ചു വെച്ചു. കൃഷ്ണേട്ടനും അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവുമെന്ന് ഉറപ്പാ.
കൃഷ്ണന് രാധയെ ഒരുമിച്ചു. ഒരുപാട് വർഷത്തെ കാത്തിരിപ്പ്, ഒരുപാട് വർഷത്തെ തപസ്, ഒരുപാട് വർഷത്തെ സ്വപ്നം ഒടുവിലിതാ സാധിച്ചിരിക്കുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എത്ര നേരമായി ഞാൻ നോക്കിയിരിക്കായിരുന്നു. എവിടെ പോയി കിടക്കായിരുന്നല്ലോ താൻ? അത് പിന്നെ സാറിന് വിശക്കുന്നുണ്ടല്ലേ, മരുന്ന് കഴിക്കണ്ടല്ലേ? ഞാൻ ഫുഡ് എടുത്ത് വയ്ക്കാം. ഒരു മിനിറ്റ്. അവിടെ നിൽക്കണോ? തന്നോട് ഞാൻ ഫുഡ് വേണമെന്നാണോ പറഞ്ഞത്? അത് പിന്നെ വെള്ളമാണല്ലേ വേണ്ടത്, ഗുളി കഴിക്കണമല്ലേ? 1.5 മിനിറ്റ്. അവിടെ നിൽക്കണോ ഇഡിയറ്റ്? താനെന്താ ആളെ വിദ്യയാക്കാണോ? രാധയെ കണ്ടുപിടിച്ചോണ്ട് വരാൻ തായങ്കിരി മാർക്കറ്റിലേക്ക് പറഞ്ഞു വിട്ടതല്ലേടോ തന്നെ? അത് പിന്നെ പിന്നെ എന്താടോ അന്വേഷിച്ച വിവരങ്ങൾ വന്ന് പറയാൻ ഇത്ര താമസം? രാധ എവിടെയാ ഉള്ളത്? താമസ സ്ഥലം കണ്ടുപിടിച്ചോ താൻ? അവനുണ്ടോ കൂടെ? അഹങ്കാരി രക്ഷകർത്താവ്. ഇല്ല സാറേ, ഇല്ല. ഇല്ലേ? ഇല്ലെങ്കിൽ പിന്നെ അവൻ എവിടെ പോയടോ? അല്ല സാർ, അത് പിന്നെ ഏതല്ല ഏത് പിന്നെ? താൻ കാര്യം പറയടോ, നിന്നും മെഴുകാതെ. സാർ, രാധയെ കണ്ടുപിടിക്കാൻ പറ്റില്ല എനിക്ക്. ഞാൻ ചെന്നപ്പോ ആ TV-കാരൻ പോയി, രാധയെ പോയി. പിന്നെ ചുറ്റില് എത്ര അന്വേഷിച്ചിട്ടും അവരാരും അങ്ങനെ ഒരു പെണ്ണിനെ കണ്ടിട്ടോണ്ടില്ലെന്നാ ചുറ്റിലുള്ള എല്ലാരും പറഞ്ഞത്. സത്യം പറഞ്ഞ ആട് കിടന്നിടത്ത് 4 പൂട പോലും ഇല്ലാത്ത അവസ്ഥയായി പോയി. അയ്യോ പിന്നെ അയ്യോ സാറേ, ഞാൻ നായേ. അയ്യോ സാറേ, കൊല്ലല്ലേ സാറേ, ഞാനാരും ഇല്ലാത്തവനാണ് സാറേ. ചെന്നപ്പോ താമസിച്ചു, അത് അവസാനം പറ്റിയത്. അബദ്ധം നിന്റെ. ഞാൻ കൂടി വരാന്ന് പറഞ്ഞതല്ലേ? നീയല്ലേ തനിച്ച് പോയി കണ്ടുപിടിച്ച് ഉലത്താന്ന് പറഞ്ഞത്? അങ്ങനെ സാർ വിചാരിച്ചത്. പക്ഷെ ഞാൻ വിചാരിച്ചിട്ട് ഒന്നും ഒലത്തായി കണ്ടുപിടിക്കാൻ പറ്റിയില്ല സാർ. എന്ത് ചെയ്യാന്? ഇത്തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ പോലായി. രാധാദേഹ വന്നു, രാധാദേഹ പോയി. മണ്ടന്മാരത് നമ്മളാ. വേണ്ട സാർ, ഒരു അക്രമം കാണിക്കല്ലേ സാറേ, പ്ലീസ് സാർ. ഞാൻ മാറൂല, ഞാൻ മാറൂല സാർ, കൊന്നാലും ഞാൻ മാറൂല. നിന്നെയൊക്കെ എന്തിനാ ഞാൻ തീറ്റി പോറ്റുന്നത്? വെറും വേസ്റ്റ്. എന്റെ പൊന്നു സാറ്, എന്നെ തല്ലിട്ടും ചവിട്ടിട്ടും ഒരു കാര്യമില്ല. ഇത്ര നാൾ സാറ് വിചാരിച്ചിട്ട് അവരെ പിടിക്കാൻ പറ്റിയോ? ഇല്ലല്ലോ. രാധ വേണ്ട, അവളെ കൂടെ നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അവനെ തൊടാനെങ്കിലും പറ്റുമോ സാറിന്? ഇല്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, മൈഥിലി ചേച്ചിയും വൈശാഖും തമ്മില് എന്തോ ഒരു ബന്ധമുണ്ട്. എന്ത് ബന്ധം? അരുതാത്ത എന്തോ ബന്ധം. മീനാക്ഷി, അതെ അമ്മേ, ഞാൻ പറയുന്നത് സത്യമാ. നീ പറയുന്നതിന്റെ ഗൗരവം നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടമ്മേ, ഇതെന്റെ സംശയമല്ല, സത്യമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ മുറിക്കകത്തുനിന്ന് അവര് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. മോളെ, കാർത്തിയോ എന്റെ മോന. അവന്റെ ഭാര്യയെക്കുറിച്ചാ നീ പറയുന്നത്. അറിഞ്ഞുകൊണ്ട്
തന്നെ അമ്മ ഞാനീ പറയുന്നത്. കാർത്തി അമ്മയുടെ മോനാണെന്ന് കരുതി സത്യമല്ലാതാവോ? നീ അവരെ തെറ്റിദ്ധരിച്ചിരിക്ക. ഒരിക്കലും സത്യം അങ്ങനെ ആവില്ല. അമ്മ വിശ്വസിച്ച് പറ്റൂ. ഞാൻ പറയുന്നതാ സത്യം. അവൻ ഒരാളോട് പ്രേമമുണ്ടെന്ന് പറഞ്ഞത് എന്നോടാ. ആ പ്രേമം മറ്റാരോടും അല്ല, അത് മൈഥിലി ചേച്ചിയോടാ. മീനാക്ഷി, വേണ്ട. ഒരു കാര്യവും അതിന്റെ സത്യാവസ്ഥ മുഴുവൻ അറിയാതെ മറ്റാരോടും പറയരുത്. സത്യം വേറൊന്നായിരിക്കും. കേൾക്കുന്നത് പലതും നമുക്ക് വിശ്വസിക്കാനാവില്ല. അമ്മേ, ഇത്തരം ഒരു കാര്യത്തിന് ഞാൻ കള്ളം പറയുവോ? നീ കള്ളം പറഞ്ഞു എന്നല്ല ഇതിനർത്ഥം. കേട്ടതിന്റെ കുഴപ്പം ആവാലോ. മൈഥിലി ചേച്ചി ACPയുടെ ഭാര്യ, അതുകൊണ്ട് അമ്മ വിശ്വസിക്കാത്തത്. മോളെ, നിനക്ക് പക്വത എപ്പോഴും കുറവാ. നീ പറഞ്ഞ കാര്യം സത്യമല്ലെങ്കിൽ അതിന്റെ പേരിൽ ഈ കുടുംബത്തിലുണ്ടാവുന്ന കൊടുങ്കാറ്റുകൾ എത്ര ഭീകരമായിരിക്കും എന്ന് അറിയോ നിനക്ക്? ഇത് സത്യമാണെങ്കിലും അതുണ്ടാവില്ല അമ്മേ. ഇതൊന്നും സത്യമാവില്ല. സത്യമാവരുതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഞാൻ. തൽക്കാലം നീ ടെൻഷൻ ആവാതെ നിൽക്ക. ഞാൻ വൈശാഖിനോട് ചോദിക്കാം. സത്യം എന്താന്ന് നമുക്ക് കണ്ടെത്താം. മോളെ, ഇന്ന് നല്ലൊരു ദിവസാ. ഇത് നല്ലൊരു ദിവസമാണെന്ന് അമ്മയ്ക്ക് പറയാം. പക്ഷെ എനിക്കങ്ങനെയല്ല, പല അർത്ഥത്തിലും. മോളെ, ദേ, നീ ഇപ്പൊ ഇതൊന്നും മറ്റാരോടും പറയാൻ നിൽക്കണ്ട. വലിയ പ്രശ്നമാവും. അമ്മ പറയുന്നൊന്ന് കേക്ക്. ഞാൻ വൈശാഖിനോട് സംസാരിക്കാം. സത്യം എന്താന്ന് കണ്ടെത്താം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അന്ന് ആഞ്ഞു വീശിയ ഒരു കൊടുങ്കാറ്റ് അതേ ശക്തിയോടെ ഇവിടെ വീണ്ടും ആഞ്ഞടിക്കാൻ പോവാ. അതിനുത്തരവാദി നീയാ. അത് നീയാണെന്ന് കൃത്യമായും തെളിഞ്ഞ നിന്നെ കൊല്ലുന്ന കൃത്യം ഞാനങ്ങ് ഏറ്റെടുക്കും. അതുകൊണ്ട് പറയ, നീയും മൈഥിലി ചേച്ചി തമ്മിൽ എന്താ ബന്ധം? വൈശാഖ്, ഇത് ഈ കുടുംബത്തിന്റെ നിലനിൽപ്പിന്റെയും അന്തസ്സിന്റെയും പ്രശ്നം. ഈ കുടുംബം തകരാൻ ഞങ്ങൾ അനുവദിക്കില്ല. എന്റെ മകനാണ് കാർത്തി, അവന്റെ ഭാര്യയാണ് മൈഥിലി. ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ എനിക്ക് സ്വാഭാവികമായി ബുദ്ധിമുട്ടുണ്ട്. അതിലുപരി മനസ്സിലൊരിടുത്തി വീഴാൻ പോകുന്ന പോലെ പേടിയും. നീ സത്യം പറഞ്ഞേ പറ്റൂ. എന്റെ 2 മക്കളാണ് കാർത്തി മീനാക്ഷിയും. അവരുടെ ജീവിതം നീയായിട്ട് തകർക്കരുത്. അത് തകർക്കുന്നവരോട് ഞാൻ ക്ഷമിക്കില്ല. എന്റെ പൊന്നു മീനാക്ഷി, നന്ദിനിയേട്ടത്തി, നിങ്ങൾ അമ്മയും മകളും ഇത്ര വിഡ്ഢികളായി പോയല്ലോ. ഇതുപോലത്തെ ഒരു ഗംഭീര തമാശ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടില്ല. മാർവാനീസിൽ ഞാൻ പഠിക്കുമ്പോൾ എനിക്കൊരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു. അല്ല, അവളുടെ പേരും മൈഥിലി എന്നായിരുന്നു. സംശയം ഉണ്ടെങ്കിൽ ദേ ഈ മൈഥിലിയോട് ചോദിക്ക്. ആ മൈഥിലിയുടെ മുഴുവൻ പേര് മൈഥിലി നാരായണൻ.
ഈ മൈഥിലിയുടെ പേര് മൈഥിലി രാകേഷ് മേനോൻ. എന്റെ എൻഗേജ്മെന്റ് നടക്കുന്ന വിവരം അറിഞ്ഞ് ആ മൈഥിലി എന്നെ വിളിച്ചു. ആ കാര്യം ഞാൻ ദേ ഇവിടുത്തെ മൈഥിലിയോട് പറയുമായിരുന്നു. ഇതാണ് ദൈവമേ സത്യം. ദൈവമേ മീനാക്ഷിയും എന്നെ തെറ്റിദ്ധരിക്കരുത്. ആ മൈഥിലിയെ എനിക്കും അറിയാം. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാ. ആരൊക്കെ തെറ്റിദ്ധരിച്ചാലും ദൈവമ്മ എന്നെ തെറ്റിദ്ധരിക്കരുത്. കാരണം ദൈവമ്മ എനിക്ക് അമ്മ തന്നെയാ. പോട്ടെ മോളെ, ദൈവമ്മയോട് ക്ഷമിക്ക്. വാ മീനാക്ഷി. ആ വൈശാഖ്, നീയും ക്ഷമിച്ചേക്ക്. പാവ അമ്മ അതിലങ്ങ് വീണു. പക്ഷെ എനിക്കിതത്ര വിശ്വാസം ആയിട്ടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.